നമസ്കാരം. സംസ്ഥാന രാഷ്ട്രീയത്തിൽ സമീപകാലത്തുണ്ടായ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് റെയ്ഡുകളും അതിനെ തുടർന്നുണ്ടായ സംഭവ വികാസങ്ങളും കേവലം ഒരു രാഷ്ട്രീയ നാടകമല്ല, മറിച്ച് CPM-ലെ അണികൾക്കിടയിലെയും നേതാക്കൾക്കിടയിലെയും ഒക്കെ തന്നെ വലിയൊരു വിഭാഗത്തിന്റെ മുഖംമൂടി വലിച്ചു കീറുന്നതായിരുന്നുവെന്ന വിലയിരുത്തലിലാണ് രാഷ്ട്രീയ നിരീക്ഷകർ. മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ രാഷ്ട്രീയ അന്ത്യമോ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ തകർച്ചയോ കാണാൻ കോൺഗ്രസിനോ UDF-നോ താല്പര്യമില്ല എന്ന ചിന്ത സജീവമായിട്ട് നിൽക്കുമ്പോഴാണ് ഈ പുതിയ നീക്കങ്ങൾ. കാരണം ശക്തമായിട്ടുള്ള പ്രതിപക്ഷം നിലനിൽക്കാനായിട്ട് ഇവിടെ കമ്മ്യൂണിസം നിലനിൽക്കേണ്ടത് ജനാധിപത്യത്തിൻ്റെ ആവശ്യമാണെന്ന് പലരും വിശ്വസിക്കുന്നു. എന്നാൽ ഇപ്പോൾ മുൻ മുഖ്യമന്ത്രിക്ക് നേരിടേണ്ടി വരുന്നിരിക്കുന്ന ഈ വലിയൊരു തിരിച്ചടിക്ക് പിന്നിൽ പ്രതിപക്ഷ പാർട്ടികളല്ല, മറിച്ച് പാർട്ടിക്കുള്ളിൽ തന്നെയുള്ള ചില ശക്തികളാണെന്ന യാഥാർത്ഥ്യമാണ് പുറത്തു വരുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിലെ റെയ്ഡ് സമയത്ത് ജനങ്ങൾക്കിടയിൽ സജീവമായ ചർച്ചകൾക്ക് വഴിമാറിയത് ഇത്തരത്തിലുള്ള ആഭ്യന്തര നീക്കങ്ങളെക്കുറിച്ചുള്ള സൂചനകളായിരുന്നു. ഈ വിവാദങ്ങൾക്കിടയിൽ തന്നെ ഏറ്റവും ശ്രദ്ധേയമായ സാന്നിധ്യം അന്തരിച്ച മുൻ CPM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണന്റെ മകൻ ബിനീഷ് കോടിയേരിയുടേതായിരുന്നു. പിണറായി വിജയനെ പൂർണ്ണ പിന്തുണ പ്രഖ്യാപിച്ച് അദ്ദേഹത്തെ പ്രതിസന്ധിയിൽ നിന്ന് രക്ഷിക്കാനുള്ള നിയമപരവും രാഷ്ട്രീയവുമായിട്ടുള്ള വഴികളെക്കുറിച്ച് മാധ്യമങ്ങൾക്ക് മുന്നിൽ സംസാരിക്കാൻ ബിനീഷ് കോടിയേരി മുന്നിൽ നിന്നിരുന്നു. എന്നാൽ ഇതിൻ്റെ മറുവശം പരിശോധിക്കുമ്പോൾ പിണറായി വിജയനെതിരെയുള്ള നിലവിലെ കരുനീക്കങ്ങൾക്ക് പിന്നിൽ ബിനീഷ് കോടിയേരിയുടെ നിശബ്ദമായിട്ടുള്ള സഹായമുണ്ടെന്ന തരത്തിലുള്ള ഗൗരവമേറിയ വിവരങ്ങളാണ് രാഷ്ട്രീയ അണിയറകളിൽ ഇപ്പോൾ വെളിപ്പെടുത്തുന്നത്. തൻ്റെ അടുത്ത സുഹൃത്തും മുൻ മുഖ്യമന്ത്രിക്കെതിരെയുള്ള നിയമ പോരാട്ടങ്ങൾക്ക് ചുക്കാൻ പിടിക്കുകയും ചെയ്യുന്ന ഷോൺ ജോർജ് വഴി ഭരണസിരാ കേന്ദ്രത്തിലെ രഹസ്യങ്ങൾ ചോരുന്നുണ്ടോ എന്നുള്ള സംശയവും ശക്തമാണ്. ഷോൺ ജോർജും ബിനീഷ് കോടിയേരിയും ഒരേ മുറിയിൽ വക്കീൽ പണി ചെയ്തിരുന്നവരാണ് എന്നതും ഒരേ ഓഫീസിലിരുന്ന് കാര്യങ്ങളൊക്കെ തന്നെ ആസൂത്രണം ചെയ്യുന്നവരാണ് എന്നതും ഈ സംശയങ്ങൾക്കൊക്കെ തന്നെ ആക്കം കൂട്ടുന്നുണ്ട്. തൻ്റെ പിതാവിനോട് പാർട്ടി നേതൃത്വം കാണിച്ച ചില നിലപാടുകളുള്ള അമർഷമാണ് ഇതിനെ പ്രേരിപ്പിക്കുന്നതെന്നും പറയപ്പെടുന്നു. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ തലപ്പത്തിരുന്ന് ഭരണം നിയന്ത്രിക്കുന്ന പിണറായി വിജയൻ കോടിയേരി ബാലകൃഷ്ണൻ എന്ന ജനകീയ നേതാവിനോട് അദ്ദേഹത്തിൻ്റെ അവസാന നാളുകളിൽ ചെയ്ത കാര്യങ്ങൾ കേരളത്തിൽ വലിയ ചർച്ചയായി മാറുന്ന സമയമാണിത്. യഥാർത്ഥ പാർട്ടി പ്രവർത്തകരിലും കോടിയേരിയെ സ്നേഹിച്ചിരുന്ന വലിയൊരു വിഭാഗത്തിലും ഈ സംഭവങ്ങൾ അമർഷമുണ്ടാക്കിയിട്ടുണ്ട്. കോടിയേരി ബാലകൃഷ്ണന്റെ വിയോഗ സമയത്ത് പാർട്ടി ആസ്ഥാനമായ തിരുവനന്തപുരം AKG സെന്ററിൽ പൊതുദർശനം വയ്ക്കാതെ ചടങ്ങുകൾ പൂർണ്ണമായിട്ടും വടക്കൻ മലബാറിലേക്ക് മാത്രമായി ഒതുക്കി തീർത്തതിൽ കുടുംബത്തിനും വലിയ രീതിയിലുള്ള വിയോജിപ്പുണ്ടായിരുന്നു. തിരുവനന്തപുരത്തോ മധ്യ കേരളത്തിലോ പൊതുദർശനം നടത്തിയിരുന്നെങ്കിൽ ആ വലിയ നേതാവിന് ജനങ്ങൾ നൽകുമായിരുന്ന വലിയൊരു ആദരവ് ഇല്ലാതാക്കാനാണ് ഔദ്യോഗിക നേതൃത്വം ശ്രമിച്ചതെന്ന തോന്നൽ മകനായ ബിനീഷ് കോടിയേരി തൻ്റെ മനസ്സിൽ ഇപ്പോഴും പുകയ്ക്കുന്നുണ്ട് എന്നതിൻ്റെ തെളിവാണ് ഇപ്പോൾ പുറത്തു വരുന്ന അണിയറ നീക്കങ്ങൾ. ഇതിൻ്റെ പ്രതികാരമെന്നോണം പാർട്ടിക്കുള്ളിൽ നിന്നും ലഭിച്ച അതീവ രഹസ്യങ്ങളും പല രേഖകളും ഷോൺ ജോർജ് വഴി കേന്ദ്ര ഏജൻസികൾക്ക് കൈമാറാൻ ബിനീഷ് കോടിയേരി തയ്യാറാകുന്നുവെന്നാണ് രാഷ്ട്രീയ കേന്ദ്രങ്ങളിൽ നിന്നുള്ള വിവരം. ഈ സാഹചര്യത്തിൽ പിണറായി വിജയന്റെ രാഷ്ട്രീയ ഭാവിക്ക് കനത്ത വെല്ലുവിളിയാകാൻ സാധ്യതയുള്ള 5 പ്രധാനപ്പെട്ട കേസുകളാണ് വരും ദിവസങ്ങളിൽ വീണ്ടും സജീവമാകാനായിട്ട് പോകുന്നത്. അതിൽ ഏറ്റവും ആദ്യത്തേത് ഏറെ വിവാദങ്ങൾ സൃഷ്ടിച്ച സ്വർണ്ണക്കടത്ത് കേസ് തന്നെയാണ്. പിണറായി സർക്കാർ ഭരണമേറ്റത് മുതൽ അദ്ദേഹത്തിന്റെ ഓഫീസുമായി ബന്ധപ്പെടുത്തി വലിയ രീതിയിലുള്ള ആരോപണങ്ങളൊക്കെ തന്നെ ഈ കേസിൽ ഉയർന്നിരുന്നു. രാജ്യത്തിന്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പോലും കേരളത്തിലെ മുഖ്യമന്ത്രിയുടെ ഓഫീസ് സ്വർണ്ണക്കടത്തിന്റെ കേന്ദ്രമായി മാറി എന്ന് മുൻപ് പരസ്യമായി പ്രസംഗിച്ചിട്ടുള്ളതാണ്. ആദ്യഘട്ടത്തിൽ ED അന്വേഷിച്ചിട്ടും മുഖ്യമന്ത്രിയിലേക്ക് കാര്യങ്ങൾ എത്താതിരുന്നത് കേന്ദ്രത്തിന്റെ രാഷ്ട്രീയമായിട്ടുള്ള ചില സഹായങ്ങൾ കൊണ്ടായിരിക്കാമെന്ന അണിയറ സംസാരങ്ങൾ നിലനിൽക്കുന്നുണ്ട്. എന്നാൽ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ പാർട്ടിയിലെ ആഭ്യന്തര വിവരങ്ങളൊക്കെ തന്നെ EDക്ക് ചോർന്നു കിട്ടിയാൽ അന്വേഷണം വീണ്ടും സജീവമാകും. മുഖ്യമന്ത്രിയുടെ മുൻ പ്രിൻസിപ്പൽ സെക്രട്ടറി ശിവശങ്കരൻ ഇതേ കേസിൽ ജയിലിൽ കിടന്ന ആളായതുകൊണ്ട് തന്നെ ഈ വിവാദങ്ങളുടെയൊക്കെ തന്നെ നിഴൽ അത് തീർച്ചയായിട്ടും വരുന്ന ആളുകളിൽ പിണറായി വിജയനിലേക്ക് തന്നെ നേരിട്ട് നീങ്ങാനുള്ള സാധ്യതകൾ തള്ളിക്കളയാനാവില്ല. സ്വർണ്ണക്കടത്തിന് പുറമെ ലൈഫ് മിഷൻ പദ്ധതിയുമായി ബന്ധപ്പെട്ട് ഉയർന്ന കോടികളുടെ അഴിമതി ആരോപണങ്ങളും ശബരിമലയിലെ സ്വർണ്ണപ്പാളിയുമായി ബന്ധപ്പെട്ട പഴയ വിവാദവുമാണ് മറ്റ് 2 പ്രധാന വെല്ലുവിളികൾ. ലൈഫ് മിഷൻ കേസിൽ പിണറായി വിജയന്റെ മകന് മുൻപ് ED നോട്ടീസ് അയച്ചതും പിന്നീട് മാധ്യമ ശ്രദ്ധയിൽ നിന്ന് മറഞ്ഞു പോയതുമെല്ലാം തന്നെ കേരളം കണ്ടതാണ്. ഈ കേസ് വീണ്ടും സജീവമായി ഉയർന്നു വന്നാൽ അതിൽ നിന്ന് നിയമപരമായിട്ട് തലയൂരാൻ പിണറായി വിജയനെ സംബന്ധിച്ച് വലിയ ബുദ്ധിമുട്ടുകൾ നേരിടേണ്ടി വരും. അതുപോലെ തന്നെയാണ് ശബരിമലയിലെ സ്വർണ്ണാഭരണങ്ങളുമായി ബന്ധപ്പെട്ട ഉയർന്ന മോഷണ വിവാദങ്ങളൊക്കെ തന്നെ. അന്ന് ആഭ്യന്തര വകുപ്പിന് കീഴിലുള്ള പോലീസും അവർ നിശ്ചയിച്ച പ്രത്യേക അന്വേഷണ സംഘം SITയും ഹൈക്കോടതി മേൽനോട്ടത്തിലുള്ള ഡിവിഷൻ ബെഞ്ചും നടത്തിയ നിരീക്ഷണങ്ങളൊക്കെ തന്നെ വരും ദിവസങ്ങളിൽ കൃത്യമായ തെളിവുകളോടെ പുറത്തു വന്നാൽ അത് തീർച്ചയായിട്ടും പിണറായി വിജയനെ സംബന്ധിച്ച് വ്യക്തിപരമായിട്ട് വലിയ തിരിച്ചടി ഉണ്ടാക്കുമെന്ന സൂചനകൾ തന്നെയാണ് നിയമവിദഗ്ധർ നൽകുന്നത്. ഇവ കൂടാതെ സമീപകാലത്ത് കേരളം ചർച്ച ചെയ്ത വയനാട് ദുരിതാശ്വാസ ഫണ്ട് വിനിയോഗവും തെരഞ്ഞെടുപ്പ് പരസ്യങ്ങൾക്ക് വേണ്ടി ചെലവഴിച്ച കോടികളുടെ അഴിമതിയുമാണ് അടുത്ത പ്രധാന വിഷയം. അതായത് വയനാട് ദുരന്തവുമായി ബന്ധപ്പെട്ട് ജനങ്ങളിൽ നിന്നും സമാഹരിച്ച 750 കോടിയോളം രൂപയിൽ വെറും 150 കോടിയോളം രൂപ മാത്രമാണ് കൃത്യമായി വിനിയോഗിച്ചതെന്നും ബാക്കി തുകയുടെ കണക്കുകൾ വ്യക്തമല്ലെന്നുമുള്ള ആക്ഷേപം ശക്തമാണ്.
മാത്രമല്ല അന്ന് മുഖ്യമന്ത്രിയുമായി അടുത്ത ബന്ധമുള്ള ആളുടെ ഊരാളുങ്കൽ സൊസൈറ്റിക്ക് 299 കോടിയുടെ കരാർ നൽകിയതിൽ വലിയ ക്രമക്കേടുകൾ നടന്നിട്ടുണ്ടെന്നും പാവപ്പെട്ട ജനങ്ങളുടെ പണം വകമാറ്റി ചിലവഴിച്ചുവെന്നും ആരോപണമുണ്ട്. ഇതുകൂടാതെ വൻതോതിൽ പണമൊഴുക്കി നടത്തിയ തെരഞ്ഞെടുപ്പ് പരസ്യ പ്രചാരണങ്ങളുടെയൊക്കെ തന്നെ പിന്നിലെ അഴിമതി കഥകളും ഇതിൻ്റെ സ്രോതസ്സുകളുമൊക്കെ തന്നെ അറിയുന്ന ഒരുപാട് സഖാക്കൾ ബിനീഷ് കോടിയേരിക്ക് ഒപ്പമുണ്ട്. ചുരുക്കി പറഞ്ഞാൽ കോടിയേരിയുടെ മകൻ്റെ ഈ ഒരു പകവീട്ടൽ നീക്കം അത് കൃത്യമായ തെളിവുകളോടെ മുന്നോട്ട് പോയാൽ തീർച്ചയായിട്ടും അത് പിണറായി വിജയൻ്റെ രാഷ്ട്രീയ ജീവിതത്തിൻ്റെ അടിത്തറ ഇളക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല.